ഇത് കാര്യമായിട്ട് അതാണ് ഒരു ഐതിഹ്യം എന്നുള്ള നിലയ്ക്ക്. അയ്യപ്പ ക്ഷേത്രത്തിന് ഒരു 4 പുറം ചുറ്റമ്പലം എന്നുള്ള മാതിരി ഒരു കാലത്തുണ്ടായിരുന്നു. അതിപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരുപാട് പഴക്കമുള്ളൊരു കഥയാണ്. 4 പുറം ചുറ്റമ്പലം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒരു വശം മുൻവശം മാത്രമാണ് ചുറ്റമ്പലം ഇപ്പോൾ നിലനിൽക്കുന്നത്. മറ്റതൊക്കെ കാലപ്പഴക്കം കൊണ്ട് നശിച്ച് ഇല്ലാതായിരിക്കുകയാണ്. മുൻഭാഗത്തുള്ള നടയിലുള്ള ചുറ്റമ്പലത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ അതേപടി സംരക്ഷിച്ചു വരുന്നത്. ഇതായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിനെ കുറിച്ച് അത്രയൊക്കെ തന്നെയാണ് കൂടുതൽ പറയാറ്. കടപ്പറമ്പത്തുകാവിലമ്മയുടെ ഭക്തയായ തെക്കേപ്പാട്ട് കമലാദേവിയമ്മ തൻ്റെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു. കുറച്ചു കാലമായിട്ട് ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് ദേവിയോട് തൊഴിൽ. ഇന്നും മാസത്തിൽ കിട്ടാതെ കഴിയുന്നുണ്ട്. കഴിയണ കൊണ്ടുകൊണ്ട് എന്നും തൊഴുതിട്ട് പോകും. അങ്ങനെ എനിക്കൊരു അനുഭവപ്പെട്ടത് പറയുകയാണ്. ഇത് വയ്യാട്ട് തറവാട്. കടപ്പുറത്ത് നിന്ന് കുടപ്പുറത്തേറി വന്ന ദേവി ചൈതന്യത്തെ ഇവിടെ കാണുന്ന തറവാടിന്റെ മച്ചിലാണ് ആദ്യം പ്രതിഷ്ഠിച്ചത്. കാലപ്പഴക്കം ചെന്ന നാലുകെട്ടിന്റെ അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. വയ്യാട്ട് തറവാട്ടിലെ 4 കെട്ടിന്റെ പുരാതനമായിട്ടുള്ള അവശിഷ്ട ഭാഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇതിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മച്ചിന്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് കടപ്പുറമ്പത്തെ ഭഗവതി. ഇവിടെയാണ് കടപ്പുറമ്പത്തെ ഭഗവതി കടപ്പുറത്ത് വന്നിട്ട് ആദ്യമായിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചത്. പിന്നെ കുറച്ച് കാലങ്ങൾ ഈ സ്ഥലങ്ങളിലാണ് ഞങ്ങൾ നായന്മാരായിട്ടുള്ള പൂജകളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്.